നമസ്തേ. ന്യൂമറോളജി പ്രകാരം ഓഗസ്റ്റ് മാസം 12-ാം തീയതി ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ 3 ആണ്. നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഒരു സ്ഥാനമാനം മറ്റുള്ളവർ അവരുടെ മനസ്സിൽ നൽകിയിരിക്കും. ഒരു പ്രൗഢി, ഒരു കുലീനത്വം, ശ്രേഷ്ഠത നിങ്ങളുടെ പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും ഉണ്ടാകും. കാരണം ആഡംബരം ഇഷ്ടവുമാണ്. ഒരു ശ്രേഷ്ഠത മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ പേരിൽ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് അറിയാതെ ഒരു അധികാരസ്ഥാനം കിട്ടും. നിങ്ങളെ പിടിച്ചു മേടിക്കുന്നതല്ല, അവർ നൽകുന്നതാണ്. ഇതാണ് ചില ആൾക്കാർക്ക് ഈ വസ്ത്രധാരണത്താൽ അനുകൂലമായ പല ഘടകങ്ങളും വരുന്നത്. ചിലർ ഈ വസ്ത്രത്തിൽ നിന്നും പ്രാധാന്യം കൊടുക്കില്ലല്ലോ, പക്ഷേ ഇവർക്ക് അങ്ങനെയാണല്ല. ഇവരുടെ രക്തം അല്പം ചൂട് പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അല്പം പെട്ടെന്ന് ഒരു മുൻകോപം ഉണ്ടാകും. അത് അവരുടെ കുഴപ്പമല്ല, രക്തത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്പം ആത്മവിശ്വാസവും കുറവാണ്. ഓഗസ്റ്റ് മാസം 12-ാം തീയതി ജനിച്ചവർ നല്ല അറിവുള്ളവരാണ്. ഇവരുടെ ഈ ഡിഫക്റ്റ് കുറയുവാനായിട്ട് പേരിൽ എസ് എന്ന ലെറ്റർ, എസ് ഫോർ സാഗർ എന്നുള്ളത്, അല്ലെങ്കിൽ സ്കൈ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയും ആത്മവിശ്വാസത്തിൻ്റെ ആ കുറവില്ലായ്മ പരിഹരിക്കാൻ പറ്റും. അതിൻ്റെ ശരിയായ ഋതത്തിലായിരിക്കണം എസ്. എവിടെയെങ്കിലും കൊണ്ട് എസ് ചേർക്കുന്നതിൽ കാര്യമില്ല. എന്നാൽ എസ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയും നല്ലതാണ്. നിങ്ങളുടെ ദേവത ബൃഹസ്പതിയാണ്, വ്യാഴം. ദേവഗുരുവിൻ്റെ സ്വാധീനം വളരെയേറെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അറിവുള്ളവരായിരിക്കും. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മടിയുമില്ല. എന്നാൽ വ്യാഴത്തിൻ്റെ ബ്ലെസ്സിങ്സ് അധികമില്ലെങ്കിൽ, അതായത് നെഗറ്റീവ് റേസാണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിൽ, ഞാൻ നേരിട്ട് കാണുന്നതാണ്, എൻ്റെ കൺസൾട്ടേഷൻ കാണുന്നതാണ്, ഇവിടെ വന്ന ഒരു ഭയങ്കരം, അതായത് നെഗറ്റീവ് റേസ് ആണെങ്കിൽ വ്യാഴം നീചൻ എന്നൊക്കെ പറയാൻ പറ്റും. അത് ജ്യോത്സ്യത്തിൻ്റെ ഭാഷയാണ്. നിങ്ങളുടെ ഒരു വലിയ സംഭവമാണെന്ന് അങ്ങ് പറഞ്ഞങ്ങ് വെക്കും. സഭ ഏതാണെന്ന് നോക്കത്തില്ല. എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് നാളെ എവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ റഷ്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ആട്ടെ, ഏത് രാജ്യത്തിലെ ആൾക്കാരുമായിട്ട് ഇനി നല്ല ബന്ധമാണ്, ആവശ്യമില്ലാതെ പൊങ്ങച്ചം പറയും. അത് നിങ്ങൾ ഇനി ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഇങ്ങനെ എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ ദയവായിട്ട് മറ്റുള്ളവരുടെ പരിഹാസത്തിന് കഥാപാത്രമാകരുത്. ഞാൻ നിങ്ങളെ ആരും കാണുന്നില്ലല്ലോ, ആരെയും ഇൻസൾട്ട് ചെയ്യുമല്ല, ഞാനായിട്ട് അപഹസിക്കില്ല. നിങ്ങൾ അപഹാസ്യ കഥാപാത്രമാകരുത്. ഇത് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ വിചാരം ഇത് ഭയങ്കര കേമത്വമാണെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെഗറ്റീവ് റേസ് നിങ്ങളുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനുള്ള മറ്റുള്ള മാർഗങ്ങൾ നോക്കുക. പിന്നെ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സപ്പോർട്ടിങ് കളറ് താമരപ്പൂവിൻ്റെ നിറമാണ്, റോസ്. ലൈറ്റ് ബ്ലൂ നല്ലതാണ്, റോസ് നിറമൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശാന കോണിലേക്ക്, വടക്ക് കിഴക്കേ മൂലയാണ് ഈശാനകോൺ, അങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചിട്ടിറങ്ങിയാൽ കാര്യങ്ങൾ ഒരു പരിധിവരെയും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കണം. അതെല്ലാ ആൾക്കാരോടും പറയുന്നില്ല. ചില ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കണമെന്നില്ല. നിങ്ങൾ എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ അക്കാഡമിക്കായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ആ മേഖലയിൽ ശരിക്കും ഷൈൻ ചെയ്ത് ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ എഡ്യൂക്കേഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല, ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ എങ്ങനെയായാലും ശരി, ലോൺ എടുത്തായാലും പഠിച്ചു കഴിഞ്ഞാലും ശരി, ഉന്നത സ്ഥാനമാനങ്ങളിൽ കിട്ടും. സമൂഹം നിങ്ങളെ അംഗീകരിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.